നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിന്റെ പ്രാധാന്യമില്ലാത്തതിന്റെ കുറവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാൻ നോക്കുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, നമുക്കിന്ന് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയിൽ സംഭവിച്ചിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഭൗതിക സുഖങ്ങൾ വെടിഞ്ഞുകൊണ്ട് ആത്മീയപരമായിട്ടുള്ള തലത്തിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയപരമായിട്ടുള്ള ചില തിരിച്ചറിവുകളും മാനസികപരമായിട്ടുള്ള വേദനകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളെ നോക്കി ആത്മാർത്ഥമായി പുഞ്ചിരിക്കുവാനും സ്നേഹിക്കുവാനും ഈ വ്യക്തി തയ്യാറാവുകയാണ്. ഈ വ്യക്തിയുടെ ഹൃദയശുദ്ധി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ ചില കറകൾ പറ്റിപ്പിടിച്ചിരുന്നു. കറകൾ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളോ സാഹചര്യമോ മറ്റു പല നെഗറ്റീവ് ഊർജങ്ങളോ ആയിരിക്കാം. കൂടോത്രം, ആഭിചാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഊർജങ്ങൾ വരുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കും നമ്മൾ വായന ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യക്തിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ആത്മാവിന്റെ ശുദ്ധീകരണവും അതുപോലെ തന്നെ ആത്മാവിന്റെ വികസനത്തെക്കുറിച്ചുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആത്മാവ് അത്രമേൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയിൽ ചില പ്രപഞ്ചശക്തി ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതായി നമുക്കിവിടെ കാണാം. അതായത് ഈ വ്യക്തി ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോസിറ്റീവ് എനർജി കൊടുക്കുക. ഇപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് വർഷങ്ങളായി ഈ വ്യക്തി കഷ്ടപ്പെടുന്നതെങ്കിൽ പ്രപഞ്ചശക്തി അതിൽ ചില അത്ഭുതങ്ങൾ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ചില നേട്ടങ്ങളൊക്കെ ഈ വ്യക്തിയെ തേടി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തിക്ക് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ സ്വന്തം വീട്ടിൽ തന്നെ നിലനിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിക്ക് അത്രയും അധികം ഒരു പോസിറ്റീവ് എനർജിയെ കുറിച്ചാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ട് ഈ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴവും നിങ്ങളുടെ ചെറുപുഞ്ചിരിയിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ പോസിറ്റീവാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, കണ്ടെത്തുന്നതും. ആദ്യമൊക്കെ ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങളിൽ ഈ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെട്ടിരുന്നു, നിങ്ങളോട് താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറിയിരുന്നു, നിങ്ങളിൽ എന്ത് കാര്യവും കുറ്റം മാത്രമാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ ചേർത്ത് പിടിക്കുവാനും നിങ്ങളുടെ മനസ്സിന്റെ നന്മയെ തിരിച്ചറിയുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തി ആദ്യം എങ്ങനെയായിരുന്നു സ്വഭാവം, ആ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഉയർച്ചയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മ ഈ വ്യക്തിയെ പല പാഠങ്ങളിലൂടെയും പല പരീക്ഷണങ്ങളിലൂടെയും പ്രപഞ്ചശക്തി കൊണ്ടുപോയി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ മുതൽ തൊട്ട് തന്നെ യഥാർത്ഥ സ്നേഹം എന്താണെന്നും
നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തികളെക്കുറിച്ചും ഈ വ്യക്തി ചിന്തിക്കാൻ ഇടവരുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് കാണപ്പെടുന്നത്. അത് തീർത്തും നിങ്ങളുടെ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും നല്ല രീതിയിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള പ്രപഞ്ച ശക്തിയുടെ തന്ത്രമായി തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുമായി ഇനിയൊരു അവസരം കൂടി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് തന്നെയാണ്. കാരണം ആ ഒരു അവസരത്തെ ഈ വ്യക്തി അത്രയും അധികം പോസിറ്റീവായി തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളുമായി ഇനിയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ വ്യക്തിക്ക് മറ്റാരുമായി വേണ്ടത്ര ബന്ധമില്ല എന്നുള്ളത് കാണപ്പെടുന്നു. ഇനി അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നുമൊക്കെ മാറ്റം സംഭവിച്ച് വ്യതിചലനം സംഭവിച്ച് യഥാർത്ഥ വ്യക്തിയുടെയും യഥാർത്ഥ സ്നേഹത്തിന്റെയും പിന്നാലെ പോകുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റു പലവരുമായുള്ള അനാവശ്യമായ ബന്ധങ്ങളും സംസാര രീതികളുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ വ്യക്തിയുടേതായിട്ടുള്ള വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒതുങ്ങിപ്പോവുകയാണ് ഈ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഒരു പക്ഷേ കൗൺസിലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവിക മാർഗത്തിലൂടെ ആയിരിക്കാം, ക്ഷേത്ര ദർശനോ പള്ളിയിൽ സന്ദർശിക്കുന്നതോ ആയിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ജീവിതം രക്ഷിക്കണമേ, എൻ്റെ ജീവിതം എന്നേക്കുമായി പരിപൂർണതയിലേക്ക് കൊണ്ടുവരേണമേ എന്നുള്ള രീതിയിൽ ഈ വ്യക്തി പ്രാർത്ഥനകളും നടത്തുന്നുണ്ട്. അത്തരം മാനിഫെസ്റ്റേഷനും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ പ്രണയബന്ധത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ വ്യക്തി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളിൽ ഒന്നാണ് നിങ്ങളുമായിട്ടുള്ള ഒരു നിലനിൽപ്പ്. നിങ്ങളുമായി ഈ പ്രണയബന്ധത്തിൽ ഒരു നിലനിൽപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തനിക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും. ആദ്യമൊക്കെ ഇതെങ്ങനെയെങ്കിലും ആയാൽ മതിയെന്നും എങ്ങനെ പോയാലും തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്നും വളരെ കീഴ്പോട്ട് ചിന്തിച്ചിരുന്ന ഈ വ്യക്തി ഇപ്പോൾ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹം വളരെയധികം വേറിട്ട് നിൽക്കുന്ന ഒരു പ്രണയം തന്നെയാണ്. അത് ഈ വ്യക്തി ഇപ്പോൾ ഇതിനോടകം മറ്റുള്ള വ്യക്തികളുടെ സ്വഭാവത്തിൽ നിന്നും അവരുമായിട്ടുള്ള ദുരനുഭവത്തിൽ നിന്നും ഈ പേഴ്സൺ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം എന്തായിരുന്നുവെന്നും നിങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടവരായിരുന്നുവെന്നും എത്രത്തോളം ഹൃദയശുദ്ധിയുള്ളവരായിരുന്നുവെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. എന്തു തന്നെ ആയാലും ഈ വ്യക്തി ഇപ്പോൾ തനിക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് ദൈവത്തിന്റെ മുന്നിൽ സ്വയം ഏറ്റുപറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് തീർത്തും മനസ്സിൽ നല്ല രീതിയിലുള്ള ഒരു കുറ്റബോധം വന്നതുകൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ പറയുവാൻ കഴിയുന്നത്. കാരണം നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിയുടെ മനസാക്ഷി ഓരോ ചോദ്യങ്ങളും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഈ വ്യക്തിക്ക് അതിന് ഉത്തരമില്ലാതെ പതറി നിൽക്കുന്ന സാഹചര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ള രീതി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാധാന്യമില്ലാത്തതിന്റെ കുറവ് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതിലൂടെ ഈ വ്യക്തി പല പാഠങ്ങളും പഠിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. എന്തു തന്നെ ആയാലും നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തി അറിഞ്ഞിരുന്നില്ല നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ പ്രാധാന്യം. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഒരു ശബ്ദത്തിനായി കാതോർത്തിരിക്കുകയാണ്. എന്തു തന്നെ ആയാലും ഈ വ്യക്തി ഇപ്പോൾ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കാനോ മറ്റുള്ള സ്ഥലത്തേക്ക് പോകാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിയുടെ സ്വന്തം വീട് എവിടെയാണോ അവിടെ എങ്ങനെയെങ്കിലും താമസിച്ചുകൊണ്ട് മുന്നേറാനാണ് ശ്രമിക്കുന്നത്. മറ്റാരുമായി കോണ്ടാക്റ്റിലേക്ക് പോകുവാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല.
ഇന്നത്തെ പ്രണയ സന്ദേശം കിട്ടിയിട്ടുള്ളത്, ഈ വ്യക്തി നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത്, നീയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. നീയുമായി അകന്നപ്പോഴാണ് നീ എത്രമാത്രം എനിക്ക് വിലപ്പെട്ടതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയുമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.